ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനെ എനിക്കിപ്പൊ കാണണം. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അപകടം പറ്റാനാ? ഇതൊക്കെ നിനക്ക് തോന്നല ഭാമേ? അവൻ സമയാമയ്ക്ക് വന്നോളും. രാഘവേട്ട അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും ഞാൻ ടീച്ചറോട് കാര്യം പറഞ്ഞിട്ട് തന്നെ പോവാം. അതാണ് ആ അടി ഇഷ്ട ഇതെന്താ ഹോമത്തിന് ചെത്തിപ്പ് മാത്രമേ എടുക്കത്തുള്ളോ? മൃത്യുഞ്ജയ ഹോമത്തിനെ കറുകയും എള്ളും ചിറ്റമൃത വള്ളിയും ഒക്കെയാ പ്രധാനം. ചെത്തിപ്പൂ നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാനാ വാങ്ങിയത്. കറുകയോ? ആ അതാ സത്യാമ്മ അവിടെ കഴുകി ഉണക്കി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഹോമത്തിലിടുന്ന 7 ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഈ കറുക തന്നെയാ. അതെ, ഇതാണ് കറുക. ഇത് കാണാത്തവരൊക്കെ കണ്ടോ. ഇനി കണ്ടില്ലെന്ന് ആരും പറയരുത്. കറുകപ്പുല്ലിന്റെ പുകയെ അന്തരീക്ഷത്തിൽ ശുദ്ധി ഉണ്ടാക്കുമെന്ന ആധിവ്യാധികൾ ശമിപ്പിക്കുന്ന വിശ്വാസവും ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർത്ത് പറഞ്ഞ ഗവനിക്കോ ആവോ? സത്യമേ, ആ കരിക്ക് റെഡി. ഇതെന്തോടെ 3 ഉള്ളോ? 6 കരിക്ക് വേണമെന്നല്ലേ പറഞ്ഞിരുന്നേ? 3 പുറത്ത് വെച്ചിട്ടുണ്ട് സാറേ. കയ്യിൽ ഒതുങ്ങുന്നില്ല, അതുകൊണ്ടാ. ഞാൻ വെച്ചത്തിൽ എടുത്തോളൂ. ശരി, ഈ കൊണ്ടുപോണ്ട സാധനങ്ങളൊക്കെ എവിടെയാ സത്യമേ വെക്കമ്പേ? അവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വെച്ചാ മതി. ആ ശരി സത്യമേ. വണ്ടിയിലേക്ക് എടുത്ത് വെക്കുമ്പോഴേ നമുക്ക് എല്ലാം ഒന്നുകൂടി ഉറപ്പുവരുത്തിയിട്ട് എടുത്തു വെക്കാം. ശരി, പുന്നി ഒന്ന് വേഗം ആവട്ടെ. ഇന്ന് മുഴുവൻ ഇതുമായിട്ടിരിക്കൂ. ഒരു കൈ സഹായിക്കില്ല ചേട്ടാ. ആ അതിനെന്താ. ഞാന് ടീച്ചറെ കാത്തിക്കായിരുന്നു. പത്മിനി സത്യഭാമനെ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നേ. ഓക്കെ, എത്ര ദിവസത്തേക്കാ? അതിപ്പോ 2 ദിവസം തന്നെ എടുക്കും. ശരി, ആയിക്കോട്ടെ. ഓ ശരി, എന്നാ കാണാം. വരുന്നുണ്ട്. ശാരദാമ്മേ, ഇത് ഇങ്ങനെ മതിയല്ലോ, ഒന്ന് നോക്കൂ. ആ അയ്യോ, എന്തു പറ്റി? അയ്യോ, കൈ മുറിഞ്ഞോ? ഭാമേ, വണ്ടി എടുക്ക. അയ്യോ, വല്ലാതെ മുറിഞ്ഞോ സത്യാമ്മേ? മുറിയിൽ പെട്ടില്ലേ ഓയിൽമെന്റും കോട്ടൺ ഇരിപ്പുണ്ട്, എടുത്ത് ഓടിവാ. ചെല്ല്.
ഭാമേ ഏയ്. മുറിവ് കാര്യമായിട്ടുണ്ടോ? ഇത് അത്രയ്ക്ക് മുറിവൊന്നുമില്ല രാഘവേട്ടാ. ശ്ശേ, സൂക്ഷിക്കണ്ടേ? ശാരദാമ്മേ, ഇതിലൊക്കെ ബ്ലഡ് വീണ് അയ്യോ ആകെ അശുദ്ധമായല്ലോ. ഇനി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്വരുക്കൂട്ടിയെടുക്കാൻ പറ്റുമോ? അയ്യോ നമ്മുടെ യാത്ര. ആശ വെയിറ്റിംഗ് ആണല്ലോ. ആശാനെ ഞാൻ എത്തി, ഇതാ വരുന്നേ. ചേട്ടാ എത്രേ? 50 രൂപ. ഒന്ന് വേഗം വണ്ടി എടുക്കണം. ഓക്കെ ശരി എന്നാ. ആശാനെ 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 ആശ എന്താണ് എന്നെ കണ്ടിട്ട് നിർത്താതെ പോയത്? ശ്ശേ. ശോ, എന്തോ അപശകുനുവാ. ഇല്ലെങ്കി ഹോമത്തിന് കൊണ്ടുപോകേണ്ടതിൽ രക്തം വീണ് അശുദ്ധമാവത്തില്ലല്ലോ. എന്റെ ഭാമേ, അതെ നോക്കിയും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ ശകുനത്തെ പഴി പറഞ്ഞിട്ട് എന്തോ കാര്യം? മൂർച്ചയുള്ള കത്തിയെടുത്ത് പെരുമാറുമ്പോ ഓർക്കണമായിരുന്നു. ശ്രദ്ധിച്ചില്ലേ കൈമുറിയൊന്നു? മുറിഞ്ഞത് മുറിഞ്ഞു. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വരും രാഘവേട്ടാ. ഇനിയിപ്പോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ രണ്ടാമത് മേടിക്കണ്ടേ? അതിപ്പോ നമുക്ക് പോകുന്ന വഴിക്ക് വാങ്ങിക്കാനുള്ളതേ ഉള്ളൂ. അതോർത്ത് സങ്കടപ്പെടണ്ട. സത്യമ്മ കൈ അധികം അനക്കണ്ട. അനിക്ക് ചിലപ്പോ ഇനിയും ചോര പൊടിയാൻ സാധ്യതയുണ്ട്. ശോ, വിഷ്ണുവിന്റെ കാര്യം ചിന്തിച്ചപ്പോഴാ എന്റെ ഈ കൈ മുറിഞ്ഞത്. അവനെ എനിക്കിപ്പൊ കാണണം. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അപകടം പറ്റാനാ? ഇതൊക്കെ നിനക്ക് തോന്നല ഭാമേ? അവൻ സമയാമെങ്കിൽ വന്നോളും. രാഘവേട്ട അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അവനെ ഇപ്പൊ തന്നെ കാണണം. അതും അല്ലെങ്കിൽ എനിക്ക് അവനെ ഒന്ന് വിളിച്ചെങ്കിലിതാ ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യാമ്മയ്ക്ക് മനസ്സിൽ പേടി തട്ടിയിട്ടാ രാഘവേട്ട. വിഷ്ണുവിനെ ഒന്ന് വിളിക്കേ. വിഷ്ണുവായിട്ട് സംസാരിച്ചു കഴിയുമ്പോ ഇതൊക്കെ മാറും.